मेरे प्यारे बच्चों, सबको मेरा नमस्कार। पिछली कक्षा में मैंने आपको नवीं कक्षा के जिस गली में मैं रहता हूँ नामक पाठ भाग का पहला भाग सिखाएगा। आज मैं पहले एक बार रिवाइज करती हूँ, फिर आगे की भाग सिखाएगी। आज मैंने आपके साथ कुछ प्रश्न पूछती हूँ। पहला प्रश्न यह है, जिस गली में मैं रहता हूँ किस प्रकार की विधा है। यह एक डायरी है। ये किसने लिखा? मिर्ज़ा गालिब ने लिखा। इसका अनुवादक कौन है? കൈലാസ് നാരദ്. ഒന്നാം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഡൽഹിയിൽ അരങ്ങേറിയ സംഭവങ്ങളെക്കുറിച്ചാണ് മിർസ ഗാലിബ് ജിസ് ഗലി മീൻ രഹ്താ ഹൂം എന്ന ഡയറിയിലൂടെ പറയുന്നത്. ആ കാലഘട്ടത്തിൽ ഡൽഹി നിവാസികൾ ഇംഗ്ലീഷുകാരെ പേടിച്ച് മറ്റു സ്ഥലങ്ങളിലേക്ക് പലായനം ചെയ്തു. 10-12 കുടുംബങ്ങൾ അടങ്ങുന്ന ആ ഗലിയിൽ കയറുന്നതിന് ഒരേ ഒരു വാതിൽ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ആ വാതിൽ കുറച്ച് ജനങ്ങൾ ചേർന്ന് കല്ലുകൊണ്ട് അടച്ചു. ഗലിയുടെ അകത്ത് താമസിച്ചിരുന്ന ജനങ്ങൾക്ക് കയ്യിലുണ്ടായിരുന്ന ആഹാരവും ജലവും അവസാനിച്ചു. ഈ സാഹചര്യത്തിൽ അവർ വെള്ളത്തിനായി വളരെ ദൂരത്തോളം സഞ്ചരിച്ചു. ഈ ദയനീയ അവസ്ഥയിൽ അവർക്ക് ലഭിച്ചത് വെടിമരുന്നുണ്ടാക്കുന്ന സ്ഥലത്ത്, അതായത് ബാരൂദ് പാനി. ആ ജലം അവർ കുടിച്ച് അവരുടെ ദാഹം അകറ്റുകയാണ് ഉണ്ടായത്. യഥാർത്ഥ പ്രശ്നമായി ഗാലിബ് പറയുന്നത്, ആ ഗലിയിൽ ഉണ്ടായിരുന്ന ജനങ്ങളെ ഒരു ദിവസം കേണൽ ബ്രൗൺ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി. അതിനുശേഷം ഓരോ വ്യക്തികളെയും ചോദ്യം ചെയ്യാനായി കേണൽ ബ്രൗണിൻ്റെ അടുത്തേക്ക് വിളിപ്പിച്ചു. ഗാലിബിൻ്റെ അവസരം വന്നെത്തിയപ്പോൾ അദ്ദേഹം ഒരു കവി ആയതു കാരണം അദ്ദേഹത്തെ കേണൽ ബ്രൗൺ വളരെ അഭിമാനത്തോടെ പരിഗണിച്ചു. താനൊരു കവി ആയത് കാരണം ഗാലിബിൻ്റെ കൂടെ വന്നിരുന്ന മറ്റു ജനങ്ങളെ കേണൽ ബ്രൗൺ തിരിച്ചയക്കുകയും ചെയ്തു. ഇത്രയുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അഗലെ ഭാഗ് ധ്യാൻ സേ ദേഖിയേ. ഹം ഗലി വാലോം ने तो किसी तरह अपने प्राण बचा लिया, मगर मैं उन हज़ारों अफागे दिल्ली वालों के बारे में क्या कहूँ जो हवालात और कैदखाने में बंद कर दिए गए थे. जेल शहर से बाहर दी और हवालात दिल्ली के भीतर. इन दोनों ही जगहों में बेशुमार बेगुनाहों को टूम्स कर दिया गया था. इस कदर फर दिया गया कि लगता था आदमी के भीतर आदमी समाया जा रहा हो. सांस लेने में भी दिक्कत हो रही थी. इन दोनों के कैदखानों के बंदियों को बाद में फांसी दे दी गई. नहीं मालूम कितने लाख लोग मार डाले गई. അടുത്തതായി നമ്മുടെ മിർസ ഗാലിബ് പറയുന്നത് അവിടുത്തെ ജയിലിൻ്റെ അവസ്ഥയെ പറ്റിയിട്ടാണ് പറയുന്നത്. ദേഖിയേ, ഹം ഗലി വാലോനെ തോ കിസി തരഹ് അപ്നെ പ്രാൺ ബച്ചാ ലിയ. ഞങ്ങൾ ഈ ഈ ഗലിയിൽ ഉണ്ടായിരുന്ന ജനങ്ങൾ എങ്ങനെയൊക്കെ അവരുടെ ജീവൻ രക്ഷിച്ചു. പക്ഷേ മഗർ മേം ഉൻ ഹസാരും അഫാഗെ ദില്ലി വാലോം കെ ബാരെ മേ മീ ക്യാ കഹൂം. പക്ഷേ ഈ ആയിരക്കണക്കിന് നിർഭാഗ്യവാന്മാരായ, അഫാഗെ എന്ന് പറഞ്ഞാൽ നിർഭാഗ്യവാന്മാരായ ഡൽഹി നിവാസികളെ പറ്റി ഞാൻ എന്താണ് പറയേണ്ടത്? ജോ ഹവാലാത്ത് അവർ കൈദ്ഖാനെ മേ ബന്ദ് കർ ദിയേ ഗയേ ഥേ. അവർ എവിടെ? ഹവാലാത്ത് മാനെ കസ്റ്റഡിയിലും കൈദ്ഖാനെ ജയിലുമായിട്ട് ബന്ധിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. ജയിൽ ഷഹർ സെ ബാഹർ ദി. ജയിൽ നമ്മുടെ ഡൽഹി പട്ടണത്തിൻ്റെ പുറത്താണ്. അവർ ഹവാലാത്ത് ദില്ലി കെ ഭീതർ. ഡൽഹിക്ക് അകത്താണ് കസ്റ്റഡിയിലെടുക്കുന്ന ആൾക്കാർ. ഹവാലാത്ത് എന്ന് പറഞ്ഞാൽ കസ്റ്റഡി. ഇൻ ദോനോ ഹി ജഹോ മേ ബേഷുമാർ ബേഗുനാഹോം കോ ടൂംസ് ഫർ ദിയ ഗയാ ഥാ. ഇവിടെ ഉണ്ടായിരുന്ന ഈ അസംഖ്യരായ ആയിരക്കണക്കിന് ജനങ്ങളെ ടൂംസ് എന്ന് പറഞ്ഞാൽ വളരെ കുത്തി നിറച്ചാണ് അവിടെ കാണപ്പെട്ടത്. ഇസ് ഖദർ ഫർ ദിയാ ഗയാദാക്കി ലക്താദ. അവരുടെ അളവ് നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിലായിരുന്നു. ആദ്മി കെ ഭീതർ ആദ്മി സമായാജ രഹാഹോ. ഒരു മനുഷ്യൻ്റെ പുറത്ത് മറ്റൊരു മനുഷ്യൻ എന്ന നിലയിലായിരുന്നു അവിടുത്തെ ജനങ്ങളെ കുത്തി നിറച്ചിരുന്നത്. സാസ് ലേനെ മേ ഭി ദിക്കത്ത് ഹോ രഹി ഥി. ശ്വാസം എടുക്കുന്നതിന് പോലും അവർ ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നിരുന്നു. ഇൻ ദോനോ ഹി കൈദ്ഖാനോं के बंदियों को बाद में फांसी दे दी गई. ഇവിടെ ഉണ്ടായിരുന്ന ജനങ്ങളെ കുറച്ച് കഴിയുമ്പോൾ അവർ എന്ത് ചെയ്യും? ഫാംസി, തൂക്കിക്കൊല്ലുകയും ചെയ്യുമായിരുന്നു. നഹി മാലൂം കിത്തനെ ലാഖ് ലോഗ് മാർ ഡാലേ ഗയി. എനിക്കറിയില്ല എത്രത്തോളം ജനങ്ങൾ ഇവിടെ മരിച്ചു എന്ന് എനിക്കറിയത്തില്ല.
ഈ പാരഗ്രാഫിൽ ഡൽഹിയിലെ ജയിലിൻ്റെ അവസ്ഥയെ പറ്റിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. दिल्ली में अब कुछ ही हजार लोग बचे हो गए, बाकी सब अंग्रेज़ों के गुस्से का शिकार हो गई. बचे सिर्फ वे जो दिल्ली से भाग गई. वे लोग खुशकिस्मत थे, वरना उन्हें भी फांसी दे दी जाती. दिल्ली में रहना ही उन दिनों मालूम अपराध हो गया था. इसका अर्थ है दिल्ली में अब कुछ ही हजार लोग बचे हो गए. ദില്ലിയിൽ ഉണ്ടായിരുന്ന കുറച്ച് ജനങ്ങൾ രക്ഷപ്പെട്ടു. ബാക്കി സബ് അംഗ്രേസോങ്കെ ഗുസേ കാ ശിക്കാർ ഹോ ഗയി. ബാക്കിയുള്ളവർ എന്ത് സംഭവിച്ചു? അംഗ്രേസോങ്കെ ഗുസേ ദേഷ്യം, ഇംഗ്ലീഷുകാരുടെ ദേഷ്യത്തിന് ഇരയായി മാറി. ശിക്കാർ കാ അർത്ഥ ഹെ ഇര. ബച്ചെ സിർഫ് വേ, രക്ഷപ്പെട്ട ജനങ്ങൾ ഇപ്രകാരമുള്ളവരായിരുന്നു. ജോ ദില്ലി സെ ഭാഗ് ഗയി, അവർ ഇവിടെ നിന്നും ഓടിപ്പോയവരായിരുന്നു. ഇവിടെ നിന്നും പാലായനം ചെയ്ത വ്യക്തികൾ രക്ഷപ്പെട്ടു. വേ ലോഗ് ഖുശ്കിസ്മത് थे, അവർ ലക്കി പീപ്പിൾ ആയിരുന്നു. വർണ്ണ, അല്ലെങ്കിൽ ഉനേം ഫി ഫാംസി ദേ ദി ജാതി, അവരെയും തൂക്കിക്കൊല്ലുമായിരുന്നു. ദില്ലി മേ രഹ്നാ ഹി ഉൻ ദിനോ മാനും അപരാധ് ഹോ ഗയാ था. അങ്ങനെ ഈ സമയത്ത് ഡൽഹിയിൽ താമസിക്കുന്നത് അപരാധമായി മാറിയിരിക്കുന്നു. അഗല പാരഗ്രാഫ് ദേഖിയേ. അടുത്ത സംഭവത്തെ പറ്റിയിട്ടാണ് അടുത്ത പാരഗ്രാഫിൽ പറയുന്നത്. മേരി പഹച്ചാൻ കാ ഫിസ്തീദ ചിരാഗ് അലി. बेहद सीधा आदमी रोज़ सुबह शाम नहर का पानी अपनी मशक में भरता और अल्लाह के गुण गाता हुआ सड़कों को सींचा करता. गाने के लिए जो भी रूखी सूखी मिल जाती उसी को गले के नीचे उधार अपने में मग्न रहता. एक रोज़ दिल्ली के बड़े हाकिम हडसन साहब जब सड़क से अपने घोड़े पर सवार होकर निकल रहे थे. चिराग अली सड़क सींच रहा था. अपने हडसन साहब को सलाम नहीं किया, ईश्वर के गुण गाता रहा. हडसन साहब को जो गुस्सा आया, उन्होंने अपनी तलवार से अफागे चिराग अली को पेट चीर डाला और उसकी लाश दिल्ली दरवाजे पर टांग दी. ഡൽഹിയിൽ അന്ന് നടന്ന മറ്റൊരു സംഭവത്തെക്കുറിച്ചാണ് മിർസ ഖാലിബ് ഇനി പറയുന്നത്. മേരി പെഹച്ചാൻ കി ഫിസ്തീദ ചിരാഗ് അലി. എനിക്കറിയാവുന്ന ഒരു വ്യക്തിയായിരുന്നു ചിരാഗ് അലി. ഫിസ്തി എന്ന് പറഞ്ഞാൽ വെള്ളം ചുമക്കുന്ന. എനിക്കറിയാവുന്ന ഒരു വ്യക്തിയായിരുന്നു വെള്ളം ചുമക്കുന്ന ചിരാഗ് അലി. ബേഹദ് സീത ആദ്മി, വളരെ പാവം നല്ല മനുഷ്യൻ. रोज़ सुबह शाम नहर का पानी अपनी मशक में भरता और अल्लाह के गुण गाता हुआ सड़कों को सींचा करता. അദ്ദേഹം എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും അദ്ദേഹത്തിൻ്റെ മഷക് എന്ന് പറഞ്ഞാൽ ഒരു തുകൽ സഞ്ചി അതിൽ വെള്ളം നിറച്ചുകൊണ്ട് ആ റോഡ് മുഴുവനും നനയ്ക്കുമായിരുന്നു. അള്ളാഹിൻ്റെ ഗുണങ്ങൾ വാഴ്ത്തി പാടിക്കൊണ്ട് ആ റോഡ് മുഴുവനും നനയ്ക്കുമായിരുന്നു. ഗാനെ കെ ലിയെ ജോ ഫി रूखी सूखी मिल जाती उसी को गले के नीचे उधार अपने में मग्न रहता. അദ്ദേഹം ഇത് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അടുത്ത് നടക്കുന്ന സംഭവത്തെപ്പറ്റി ഒന്നും അദ്ദേഹം ശ്രദ്ധിക്കാറില്ലായിരുന്നു. അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തി തന്നെ വളരെ മഗ്നൻ, അതിൽ തന്നെ ശ്രദ്ധിച്ച് ആ വെള്ളം നനയ്ക്കുന്ന പ്രവൃത്തി തുടർന്നുകൊണ്ടേയിരിക്കും. एक रोज़ दिल्ली के बड़े हाकिम हडसन साहब जब सड़क से अपने घोड़े पर सवार होकर निकल रहे थे. ഒരു ദിവസം ആ റോഡിലൂടെ അവിടുത്തെ ഓഫീസർ ഹഡ്സൺ സാഹബ് അതുവഴി പോയി. അപ്നെ ഘോഡെ പർ സവാർ ഹോക്കർ നികൽ രഹേ ഥേ. അദ്ദേഹത്തിൻ്റെ കുതിരപ്പുറത്ത് അതുവഴി പോയി. ചിരാഗ് അലി സഡക് സീഞ്ച് രഹാ ഥാ. ചിരാഗ് അലി റോഡ് നനച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. സീഞ്ചിന നനയ്ക്കുക. ഉസ്നെ ഹഡ്സൺ സാഹബ് കോ സലാം നഹീം കിയ. അദ്ദേഹം ഹഡ്സൺ സാഹിബിന് സലാം നൽകിയില്ല. उसने ഹഡ്സൺ സാഹബ് കോ സലാം നഹീം കിയ. ഈശ്വർ കെ ഗുൺ ഗാത്താ രഹ. അദ്ദേഹം ഈശ്വരൻ്റെ ഗുണങ്ങൾ വാഴ്ത്തി പാടിക്കൊണ്ടേയിരുന്നു. ഹഡ്സൺ സാഹബ് കോ ജോ ഗുസ ആയ. സാഹബിന് വളരെ ദേഷ്യം തോന്നി. ഉന്നോനെ അപ്നി തൽവാർ സെ അഫാഗെ ചിരാഗ് അലി കാ പേട്ട് ചീർ ഡാല. അദ്ദേഹത്തിൻ്റെ വാളെടുത്ത് ചിരാഗ് അലിയുടെ പേട്ട് എന്ന് പറഞ്ഞാൽ വയറിലേക്ക് ആ വാള് കുത്തിക്കയറ്റി. ഉസ്കി ലാഷ് ദില്ലി ദർവാസെ പർ ടാങ്ക് ദി. അതിനുശേഷം ചിരാഗ് അലിയുടെ ശവശരീരം ഡൽഹി കവാടത്തിന് മുന്നിലായിട്ട് തൂക്കിയിട്ടു. ഇനിയും ഹഡ്സൺ സാഹബ് ने बादशाह बहादुर शाह जफर के दोनों बेटे शाहमज़ादा फजल और मिर्ज़ा अबू बकर काफ़ी गूंज कर उनके सिर दिल्ली दरवाजे पर लटका दिया दे.
ഹഡ്സൺ കോ ഹിന്ദുസ്ഥാനിയോ കാ ഗുൻ കർത്തേ മേ ബഡാ മസ ആതാ താ. ഈ ഹഡ്സൺ സാഹബ് തന്നെയായിരുന്നു ഡൽഹിയിലെ ചക്രവർത്തിയായിരുന്ന ബഹാദൂർ ഷാ സഫർ കെ ദോനോ ബേട്ടെ. അവരുടെ പേരായിരുന്നു ഷാഹംസാദ ഫസൽ ഔർ മിർസ അബൂബക്കർ. അദ്ദേഹത്തിൻ്റെ ഡൽഹിയിലെ ചക്രവർത്തിയായിരുന്ന ഷാഹ് സഫറിൻ്റെ 2 ആൺമക്കളെ കൊന്നതിനു ശേഷം ഡൽഹിയിലെ കവാടത്തിൽ കെട്ടിത്തൂക്കി. ഹഡ്സൺ കോ ഹിന്ദുസ്ഥാനിയോ കാ ഗൂൻ കർണേ മേ ബഡാ മസ ആതാ താ. ഹഡ്സന് ഹിന്ദുസ്ഥാനി ഇന്ത്യക്കാരുടെ രക്തം കാണുക എന്ന് പറയുന്നത് വളരെ രസകരമായ ഒരു പ്രവൃത്തി തന്നെയായിരുന്നു. അഗലെ പാരഗ്രാഫ് ദേഖിയേ. മേരെ പടോസ് മേം ഏക് ഗരീബ് ഔരത് മെഹറുന്നിസ രഹതി ഹൈ. എൻ്റെ വീടിനടുത്തായിട്ട് ഒരു പാവപ്പെട്ട സ്ത്രീ മെഹറുന്നിസ താമസിച്ചിരുന്നു. ഉസ്കെ പതി കി മൗത് കോ 7 സാൽ ഹുയേ ഹേം. അവരുടെ ഭർത്താവ് മരിച്ചിട്ട് 7 വർഷമായി. അഗേലി ഔരത് ദൂസരോं के घर में ചാടു ലഗാക്കർ. ചാടു ലഗാന ചൂലുകൊണ്ട് വൃത്തിയാക്കുക. അവർ താമസിച്ചിരുന്ന അവരുടെ ജീവിതം മുന്നോട്ട് പോയിരുന്നത് മറ്റുള്ളവരുടെ വീടുകളിൽ ചൂലുപയോഗിച്ച് വൃത്തിയാക്കി, മറ്റുള്ളവരുടെ വീട് വൃത്തിയാക്കി അതിൽ നിന്ന് കിട്ടുന്ന കാശ് കൊണ്ടാണ് നമ്മുടെ മെഹറുന്നിസ ജീവിച്ചിരുന്നത്. ലേക്കിൻ ജബ് ഘർ ഹി നഹീം രഹേ. എന്നാൽ ഇന്ന് വീടുകളൊന്നും തന്നെ ഇവിടെ ഇല്ല. ബസ്തി കി ബസ്തിയാം ജലാ ദി ഗയി. ഇവിടെ ഉണ്ടായിരുന്ന കോളനിയിലെ വീടുകളെല്ലാം കത്തിച്ചു കളഞ്ഞു. നമ്മൾ ഈ പാഠഭാഗം തുടങ്ങിയപ്പോൾ പറഞ്ഞിരുന്നു, ഇംഗ്ലീഷുകാർ ഡൽഹിയിലേക്ക് വന്ന് അവിടെ ഉണ്ടായിരുന്ന വീടുകളൊക്കെ കത്തിച്ചു കളഞ്ഞു. അതുകൊണ്ട് തന്നെ മെഹറുന്നിസ കാം ന മിൽനെ സെ ഭൂഖി മർനെ ലഗി. അവരുടെ ജോലി ഇല്ലാത്തത് കാരണം അവർ വിശപ്പ് കാരണം മരിക്കുന്ന അവസ്ഥയിൽ എത്തി നിൽക്കുകയാണ്. ആജ് ഉസ്കെ യഹാ മേനെ 10 റോട്ടിയാ പഹുഞ്ചായി. ഇന്ന് ഞാൻ അവരുടെ വീട്ടിലേക്ക് 10 റൊട്ടികൾ എത്തിച്ചു. ദൂസരി ജോ 10 റോട്ടിയാ ബെച്ചി. ബാക്കി 10 റൊട്ടികൾ എൻ്റെ വീട്ടിൽ ബാക്കിയുണ്ടായിരുന്നു. ഉസ്സെ മേരെ ദോനോ ബേട്ടോം ഔർ നൗക്കരോം കാ കാം ചല. അതുകൊണ്ട് എൻ്റെ 2 ആൺമക്കളുടെയും എൻ്റെ വീട്ടിലെ വേലക്കാരൻ്റെ വിശപ്പകറ്റുവാൻ കഴിഞ്ഞു. മേരെ ഹിസ്സെ മേ 1.5 റൊട്ടി ആയി. ഫിർ ഫി തസല്ലി ഥി. എനിക്ക് 1.5 ഭാഗം റൊട്ടി ലഭിച്ചു. ഫിർ ഫി തസല്ലി ഥി. തസല്ലി ആശ്വാസപ്രദമാവുക. എനിക്ക് ആശ്വാസപ്രദമായ കാര്യം ഇതായിരുന്നു. മേരി റോട്ടിയാം സെ മെഹറുന്നിസ ഔർ ഉസ്കി 2 ബേട്ടിയോം കി ഭൂഖ് തോ ബുച്ചി. എൻ്റെ വീട്ടിലെ റൊട്ടികൾ കാരണം ആ സ്ത്രീയുടെ വിശപ്പും അവരുടെ 2 പെൺമക്കളുടെ വിശപ്പും അകറ്റുവാൻ എനിക്ക് കഴിഞ്ഞു. മേരാ ക്യാ മേരി തോ ഭൂഖാ രഹ്നെ കി ആദത് ഹി ഹോ ഗയി ഹേ. എനിക്കൊരു പ്രശ്നവുമില്ല, കാരണം എൻ്റെ ജീവിതത്തിൽ എനിക്ക് വിശന്നിരിക്കുക എന്നത് എൻ്റെ ജീവിതത്തിലെ ഒരു ശീലമായി മാറിയിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ പാരഗ്രാഫിൽ മിർസ ഖാലിബ് ഒരു അഗേലി ഔരത്തിനെ പറ്റിയിട്ടാണ്, മെഹറുന്നിസ എന്ന പേരുള്ള അഗേലി ഔരത്തിൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ പറ്റിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അഗലി പാരഗ്രാഫ് ദേഖിയേ. मेरा पड़ोसी हीरा सिंह एक नौजवान है. वह मुझे हिम्मत बंधाता है. എൻ്റെ അയൽവാസിയായ ഹീര സിംഹ് ഏക് നൗജവാൻ ഹെ. നൗജവാൻ എന്ന് പറഞ്ഞാൽ യുവാവായ വ്യക്തി. എൻ്റെ വീടിനടുത്തുള്ള ഹീര സിംഹ് ഒരു യുവാവ് ആയിരുന്നു. വഹ് മുझे ഹിമ്മത്ത് ബന്ധാതാ ഹെ. അദ്ദേഹം എനിക്ക് ഹിമ്മത്ത് ധൈര്യം നൽകുമായിരുന്നു. इस आधे वीरान और आधे आबाद शहर में शिवाजी राम फी तो हैं जो मुझे कहते हैं कि मुसीबत के ये दिन काफ़ी न काफ़ी तो ख़त्म होंगे. ഈ നഗരത്തിലെ അവസ്ഥ എങ്ങനെയായിരുന്നു? പകുതി ശൂന്യവും പകുതി ജനവാസവുമുള്ള അവസ്ഥയിലായിരുന്നു ഈ നഗരമെന്ന് പറയുന്നത്. എന്നാൽ ശിവജി റാം എന്നോട് പറയുന്നത്, ജോ മുझसे कहते हैं कि मुसीबत के ये दिन, ഈ ബുദ്ധിമുട്ട് നിറഞ്ഞ നാളുകൾ എപ്പോഴെങ്കിലും കഫി തോ ഖതം ഹോങ്കി, എപ്പോഴെങ്കിലും അവസാനിക്കുമായിരിക്കും എന്ന ധൈര്യം അദ്ദേഹം എനിക്ക് തരുമായിരുന്നു. ഉൻകാ ലഡ്ക ബാൽ മുകുന്ദ് മുझे अपने पिता की तरह चाहता है. അദ്ദേഹത്തിൻ്റെ മകൻ ബാൽ മുകുന്ദ് എന്നെ അവൻ്റെ അച്ഛനെ പോലെയാണ് എന്നെയും കണ്ടിരുന്നത്. ജബ് മേ ബീമാർ പടാ बाल मुकुंद अंग्रेज सिपाहियों की नजरों से बचाते एक हकीम को मेरे पास ले आया. ബാൽ മുകുന്ദ് എന്നെ അവൻ്റെ അച്ഛനെ പോലെ കാണുന്നത് കാരണം ഞാൻ അസുഖം ബാധിച്ച് കിടന്നിരുന്ന സമയത്ത് അംഗ്രേസ് സിപാഹിയോം കി നസരോം സെ, ഇംഗ്ലീഷ് പട്ടാളക്കാരുടെ കണ്ണു വെട്ടിച്ച് അവൻ ഒരു ഡോക്ടറെ അടുത്ത് ഹക്കീം എന്ന് പറഞ്ഞാൽ വൈദ്യൻ, ഡോക്ടർ എന്നാണ് പറയുന്നത്. ഹക്കീമിൻ്റെ അടുത്ത് പോവുകയും അദ്ദേഹത്തെ കൊണ്ടുവന്ന് ഹക്കീം കി ദവാസെ മേരി ജാൻ ബച്ചി, ഹക്കീമിൻ്റെ മരുന്ന് കാരണം എൻ്റെ ജീവൻ രക്ഷിക്കുകയും ചെയ്തു.
മുझे സിന്ദഗി ബാൽ മുകുന്ദ് കി മദദ് സേ ഹി വാപ്പസ് മിലി. എൻ്റെ ജീവിതം എന്ന് പറയുന്നത് ബാൽ മുകുന്ദ് കി മദദ് എന്ന് പറഞ്ഞാൽ ഹെൽപ്പ്, സഹായം. ബാൽ മുകുന്ദിൻ്റെ സഹായം കാരണമാണ് തിരിച്ച് ലഭിച്ചിരിക്കുന്നത്. ദൂർ കെ ദോസ്തോ മേ മേരറ്റ് കെ ഹരിഗോപാൽ തുഫ്ത ഹൈ. ദൂരത്തിലുള്ള എൻ്റെ കൂട്ടുകാരിൽ ഒരാളായിരുന്നു മേററ്റിലെ ഹരിഗോപാൽ തുഫ്ത എന്ന് പറയുന്ന വ്യക്തി. വേ ഷായരി കർത്തേ ഹൈം. അദ്ദേഹം ഷായരി മാനെ കവിത. ഉറുദു ഭാഷയിൽ കവിതയ്ക്ക് ഷായരി എന്നാണ് പറയുന്നത്. വേ ഷായരി കർത്തേ ഹൈം. അദ്ദേഹം കവിത എഴുതുന്ന വ്യക്തിയായിരുന്നു. ഉന്നോനെ മുझे अपने घर मेरठ से നഗദ് റുപ്പയ ഫേജാ ഹെ. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ മേററ്റിൽ നിന്നും എനിക്ക് കുറച്ച് രൂപ അയച്ചു തന്നു. ഗേഹൂം കി കുച്ച് ബോരിയാം ഫിർ തുഫ്ത കെ ആദ്മി മേരെ ഘർ രഖ് ഗയേ ഹൈ. ഗേഹൂം ഗോതമ്പിൻ്റെ കുറച്ച് ബോരിയാം ചാക്കുകെട്ടുകൾ തുഫ്തയുടെ ആൾക്കാർ എൻ്റെ വീട്ടിലെത്തിച്ചു. ഉന്നോനെ കഹ്ല ഫേജാ ഹെ കി മീം ഫിക്ർ ന കരും. അദ്ദേഹം അവരോട് പറഞ്ഞയച്ചു, ഞാൻ വേവലാതിപ്പെടേണ്ട കാര്യമില്ല. വേ മേരി മദദ് ഹർ കിസ്മ സേ കർത്തേ രഹേങ്കെ. അദ്ദേഹത്തിൽ നിന്നും എന്ത് സഹായവും എനിക്ക് ചെയ്തു തരാമെന്നുള്ള ഒരു അഭിപ്രായവും പറയുകയുണ്ടായി. നമ്മൾ ഇത്രയും പഠിച്ചത് മിർസ ഖാലിബ് ഡൽഹിയിൽ ഉണ്ടായിരുന്ന സമയത്ത് അവിടെ നടന്ന ഓരോ സംഭവങ്ങളെ പറ്റിയിട്ടുമാണ് അദ്ദേഹത്തിൻ്റെ ഡയറിയിൽ എഴുതിയിരിക്കുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന പാരഗ്രാഫിൽ ഖാലിബ് എന്തുകൊണ്ടാണ് ഈ ഡയറി എഴുതി എന്നതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. देखिए, ये बातें जिनका लिखना ज़रूरी नहीं था, सिर्फ इसलिए लिखी कि इन लोगों की दरियादिली और हमदर्दी का शुक्रिया अदा हो जाए. ये बातें जिनका लिखना ज़रूरी नहीं था. എനിക്ക് ഈ ഡയറി എഴുതുക എന്നത് വളരെ ഉറപ്പിച്ചിരുന്ന കാര്യമായിരുന്നില്ല. സിർഫ് തീർച്ചയായും ഞാൻ എഴുതിയത് ഇസലിയെ ഇതായിരുന്നു. ലിഖി കി ഇൻ ലോഗോं की दरियादिली और हमदर्दी का शुक्रिया अदा हो गई. എൻ്റെ ജീവിതത്തിൽ കുറച്ച് ആൾക്കാർ എനിക്ക് നൽകിയ അവരുടെ കാരുണ്യവും അവരുടെ സിമ്പതിക്കും നന്ദി പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഡയറി എഴുതുന്നത്. രാത് കോ ചിരാഗ് നഹീം ജൽത്തെ. രാത്രിയിൽ വിളക്കുകൾ കത്തുന്നില്ല. ദിൻ മീം ചൂൽഹെ നഹീം സുൽത്തെ. അതുപോലെ ദിൻ പകലിൽ അടുപ്പുകൾ എരിയുന്നില്ല. ജബ് അനാജ് ഹി നഹീം ഹെ. എന്താണ് ഇവിടെ ധാന്യങ്ങളൊന്നും തന്നെ ഇല്ല. തോ ചൂൽഹെ കഹാം സെ ജലേം. പിന്നെ എങ്ങനെ ധാന്യങ്ങളില്ലാത്തതു കാരണം അടുപ്പുകളും കത്തുന്നില്ല. മക്കാനോങ്കി മാലിക് മാർ ഡാലേ ഗയേ ഹെ. വീട്ടുടമകളെ മാലിക് കൊന്നൊടുക്കിയിരിക്കുകയാണ്. വേ ഹോത്തെ തോ ഘരോ മേ ഗല്ല പാനി ആത്ത. അവരാണ് വീടുകളിൽ അനാജ് ധാന്യങ്ങളും വെള്ളവും എത്തിച്ചിരുന്നത്. ഗാലിബ് ജിസ്കെ ഇസ് ഷഹർ മേ ഹസാരോ ദോസ്ത് ഹെ. ഗാലിബിന് ഈ പട്ടണത്തിൽ ഒരുപാട് കൂട്ടുകാരുണ്ടായിരുന്നു. ഇസ് തൻഹായി ഔർ അകേലാപ്പാൻ മേ സിർഫ് അപ്നി കലം കെ സഹാരെ ഹി സിദ്ദ ബെച്ചാ രഹ് ഗയാ ഹെ. അദ്ദേഹത്തിൻ്റെ ജീവൻ ഇതുവരെ രക്ഷിച്ചത് അദ്ദേഹം ഒരു കവി ആയത് കാരണം ആയിരുന്നു. ഉസ്കെ സാരേ ദോസ്ത് ഏക് കർ മാർ ഡാലേ ഗയേ ഹെ. അദ്ദേഹത്തിൻ്റെ എല്ലാ കൂട്ടുകാരെയും ഓരോരുത്തരെയായി കൊല്ലപ്പെട്ടിരിക്കുന്നു. മേരി ആത്മാമേം അബ് കേവൽ ദുഃഖ് ഹെ. എൻ്റെ ആത്മാവിൽ കേവലം ദുഃഖം മാത്രമാണുള്ളത്. മേം അപ്നാ ബിസ്തർ ഔർ കപ്പടെ ബേച്ച് കർ സിന്ദഗി ഗുസാർ രഹാ ഹൂം. എൻ്റെ ജീവിതം ഇപ്പോൾ ബിസ്തർ മാനെ കിടക്കയും എൻ്റെ വസ്ത്രങ്ങളും വിറ്റുമാണ് ഞാൻ ജീവിക്കുന്നത്. ദൂസരെ ലോഗ് ജിസ് തരഹ് സെ റോട്ടിയാ ഗാത്തേ ഹൈ. മറ്റുള്ള ജനങ്ങൾ എത്തരത്തിലാണോ റൊട്ടി കഴിക്കുന്നത്. മീ കപ്പടെ ഗാ രഹാ ഹൂം. ഞാൻ എൻ്റെ വസ്ത്രങ്ങളാണ് കഴിക്കുന്നത്. ഇവിടെ അദ്ദേഹം വസ്ത്രങ്ങൾ കഴിക്കുന്നു എന്ന് പറയുന്നത് അദ്ദേഹം വസ്ത്രം വിറ്റാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നത്. ഡർത്താ ഹൂം കി ജബ് സബ് കപ്പടെ ഗാ ലൂഗാ തോ നംഗാ ഹി ഫൂക്കാ മർ ജാവൂങ്കാ. എനിക്കിപ്പോൾ പേടിയാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് പേടിയാവുന്നെന്ന് പറയുന്നത്. ജബ് സബ് കപ്പടെ ഗാ ലൂങ്കാ. ഞാൻ എൻ്റെ വസ്ത്രങ്ങൾ കഴിച്ച് തോ നംഗാഹി ഫൂക്കാ മർ ജാവൂങ്കാ. അവസാനം വസ്ത്രങ്ങൾ തീരുമ്പോൾ ഞാൻ നഗ്നനായി മരിക്കേണ്ടി വരുമോ. എൻ്റെ വസ്ത്രങ്ങളും തീർന്ന് എൻ്റെ ജീവിതം മരണത്തിലേക്ക് പോകുമോ എന്നാണ്. വിശപ്പ് കാരണം എൻ്റെ ജീവിതത്തിൽ മരണം സംഭവിക്കുമോ എന്നാണ് അദ്ദേഹത്തിൻ്റെ സംശയമെന്ന് പറയുന്നത്. ഈ പാരഗ്രാഫിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ബുദ്ധിമുട്ടുകളെ പറ്റിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഡൽഹിയിൽ താമസിച്ചിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം വിശപ്പ് കാരണം അനുഭവിച്ച പ്രശ്നങ്ങളെപ്പറ്റി വിശദീകരിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ കുട്ടികളും പാഠപുസ്തകം നന്നായിട്ട് വായിക്കുക. നമ്മൾ പഠിച്ച ചാപ്റ്ററുമായി ബേസ് ചെയ്ത
ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് അടുത്ത് പറയുന്നത്. ചോദ്യം ഇങ്ങനെയായിരുന്നു: മേരാ തോ ഫൂക്കാ രഹ്നെ കി ആദത് ഹി ഹോ ഗയി ഹെ, ഗാലിബ് കോ ഫൂക്കാ രഹ്നെ കി ആദത് കൈസേ ഹുയി ഹോഗി. എനിക്ക് വിശന്നിരിക്കുന്നത് ശീലമായിരുന്നു, ഗാലിബിന് പട്ടിണി കിടക്കുന്നത് ശീലമായതെങ്ങനെ? स्वतंत्रता संग्राम के समय लोग खाने पीने की चीज़ों के लिए तरसते थे, इससे गालिब अक्सर भूखा रहा होगा. भूख सकते सकते उन्हें भूखा रहने की आदत सी हुई होगी. അതായത് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ജനങ്ങൾ വിശപ്പും ദാഹവും കാരണം ഒരുപാട് ബുദ്ധിമുട്ടി. അത്തരത്തിൽ കഷ്ടപ്പെട്ടത് കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇതൊരു ശീലമായി മാറിക്കഴിഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: इनको इज्जत के साथ घर वापस छोड़ आओ, ബ്രൗൺ के സ്വഭാവ് की कौन सी വിശേഷത यहाँ പ്രകട होती है. ഇദ്ദേഹത്തെ വളരെ ആദരവോടു കൂടി വീട്ടിൽ വിടൂ. ബ്രൗണിൻ്റെ ഏത് സ്വഭാവ സവിശേഷതയാണ് ഇവിടെ പ്രകടമാകുന്നത്? इसका उत्तर ए है कर्नल ब्राउन कविता एवं कवि को इज्जत देने वाले हैं. दूसरों को मान्यता देने वाला भाव उनके स्वभाव की विशेषता है. कविता के कारण 50 आदमियों की जानें बच गए हैं. കേണൽ ബ്രൗൺ കവിതയെയും കവിയെയും ആദരവോടെ കാണുന്ന വ്യക്തിയായിരുന്നു. ദൂസരോങ്കോ മാന്യത ദേനെ വാലെ ഭാവ് ഉൻകെ സ്വഭാവ് കി വിശേഷത ഹെ. ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് ആദരവ് കൊടുക്കുക അദ്ദേഹത്തിൻ്റെ സ്വഭാവ സവിശേഷതയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കവിത കാരണം 50ഓളം മനുഷ്യരുടെ ജീവൻ രക്ഷിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ചോദ്യം ഇങ്ങനെയായിരുന്നു: मैं कपड़े गा रहा हूँ, इससे गालिब की किस हालत की ओर संकेत है. ഞാൻ വസ്ത്രം തിന്നുകൊണ്ടിരിക്കുന്നു, ഇതിലൂടെ ഗാലിബിൻ്റെ ഏത് അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്? इसका उत्तर ए है गालिब अकेला जीवन बिता रहे हैं, घर में दाना पानी कुछ भी नहीं है, उसके दोस्त एक एक होकर मारे गए, जीने के लिए वे अपना बिस्तर और कपड़े बेच रहे हैं. हम युद्ध की भयानकता को भोगने वाले गालिब की दयनीय दिशा हम देख सकते हैं. അദ്ദേഹം ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ദാരിദ്ര്യത്തെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. അദ്ദേഹം എന്താണ് വസ്ത്രം വിൽക്കുകയാണ് ചെയ്യുന്നത്. യഹം യുദ്ധ് കി ഭയാനകത, യുദ്ധത്തിൻ്റെ ഭയാനകതയെ പറ്റിയിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. യുദ്ധകാലഘട്ടത്തിൽ ജനങ്ങൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ ഇവിടെ പ്രകടമാക്കുകയാണ് ചെയ്യുന്നത്. ജിസ് ഗലീമേ മെയിൻ ഡേത്താഹൂം എന്ന പാഠഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. ഈ പാഠഭാഗത്തിൽ ഗാലിബ് ഡൽഹിയിൽ താമസിച്ചിരുന്ന സമയത്ത് അവിടെ ഇംഗ്ലീഷുകാർ നടത്തിയ അക്രമങ്ങളെപ്പറ്റിയും അതുമൂലമുണ്ടായ പ്രശ്നങ്ങളെപ്പറ്റിയുമാണ് വിശദമായി ചർച്ച ചെയ്തിരിക്കുന്നത്.